പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ഒന്നുകൂടെ നിങ്ങൾ ആ വചനം ആത്മാവിൽ നിറഞ്ഞെന്ന് വായിച്ചാട്ട്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാപരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഹല്ലേലൂയ. കാലങ്ങളായിട്ട് ഈ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച് കേട്ടിട്ടും ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഈ വചനം ചെന്ന് തട്ടിയിട്ടും മാനസാന്തരപ്പെടാതെ ഇന്നും പാപശരീരത്തിൽ ജീവിക്കുന്ന കോടാനുകൂടി ജനങ്ങളെ കൊണ്ട് നമ്മുടെ ലോക രാജ്യങ്ങൾ നിറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വചനം കേട്ടിട്ടും മാനസാന്തരപ്പെടാതെ പാപത്തിന്റെ അനുഭവത്തിലൂടെ ജീവിക്കുന്ന സകല വ്യക്തിക്കും പാപത്തിൽ മരിച്ചു കഴിയുമ്പോൾ ആ പാപത്തിന്റെ ശമ്പളമായ മരണമാണ് അവർക്ക് ലഭ്യമാകുന്നത്. ഹല്ലേലൂയ. എന്നാൽ പാപത്തെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതീകരണം പ്രാപിക്കുന്ന സകല മനുഷ്യർക്കും നമ്മുടെ കർത്താവ് നൽകുന്നത് നിത്യജീവനാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം മഹത്വമുള്ളവനും കരുണയുള്ളവനുമാണ് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം നാം ഏറ്റെടുക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുമ്പോൾ, കർത്താവായ യേശു നമ്മുടെ ഹൃദയത്തിനകത്ത് ഇടം കൊടുക്കുമ്പോൾ, നാം യേശുവിൽ വസിക്കുകയും കർത്താവ് നമ്മിൽ വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ സകല സ്വഭാവങ്ങളെയും കർത്താവ് നീക്കി കർത്താവിന്റെ രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കി നീതിമാനാക്കി മാറ്റുകയാണ്. ഈ ഭൂമിയിൽ നിങ്ങൾ നീതിമാനായി ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം ദൈവം സ്നേഹമാകുന്നു. നമ്മൾ വേദപുസ്തകത്തിൽ ഉടനീളം വായിക്കുന്നു ദൈവ സ്നേഹമാകുന്നു. പ്രത്യേകിച്ച് യോഹന്നാന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ ദൈവ സ്നേഹമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ തന്നെ അവൻ പാപത്തെ അതെന്തു തന്നെയായാലും സത്യസന്ധമായി ശിക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ ദൈവ സ്നേഹമാണ്, പാപത്തെ ശിക്ഷിക്കുന്നവനുമാണ്. ഹല്ലേലൂയ. അപ്പൊ അവ സ്നേഹത്തിന്റെ ഉറവിടമാണ്. ആ സ്നേഹത്തിന്റെ ഉറവിടമായിരിക്കുന്ന ക്രിസ്തുയേശുവിലൂടെ നമ്മുടെ പാപത്തെ നാം ശുദ്ധീകരിച്ച് ക്രിസ്തുയേശുവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നാം പാപജടത്തിൽ ആ ജഡത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കരുത്. ഹല്ലേലൂയ. അപ്പൊ പാപത്തിന്റെ ശമ്പളം മരണമെത്തെ എന്ന് പറയുമ്പോൾ ഒരു പാപി മരിച്ചു കഴിയുമ്പോൾ അവന്റെ ശിക്ഷാവിധിക്ക് ശേഷം അവന് ലഭ്യമാകാൻ പോകുന്ന നരകമാണ് അവന് ലഭ്യമാകുന്നത്. ദൈവം വെളിച്ചത്തെ ഇരുട്ടിൽ നിന്നും വേർതിരിച്ചതുപോലെ ദൈവം വെളിച്ചത്തെ ഇരുട്ടിൽ നിന്ന് വേർതിരിച്ചു, കരയും കടലിനെ വേർതിരിച്ചു, ആകാശത്തെയും ഭൂമിയും വേർതിരിച്ചു. ദൈവ സകലത്തിനും വേർതിരിച്ച പോലെ നമ്മെ പാപത്തിൽ നിന്ന് വേർതിരിച്ച് ഈ ഭൂമി ജീവിക്കണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര സഹോദരി, ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്. പാപത്തിൽ നിന്നെ വേർതിരിച്ച് ലോകത്തോടൊപ്പം നീ ജീവിക്കാതെ, ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകാതെ നിന്നെ തന്നെ വെടിപ്പാക്കി നീ എടുക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നതാണ്. അപ്പൊ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ വേർതിരിച്ചു, കരയും കടലിൽ വേർതിരിച്ചു, ആകാശവും ഭൂമിയും തമ്മിൽ വേർതിരിച്ചതുപോലെ നീതിമാനെയും പാപികളെയും തന്നെ തമ്മിൽ ദൈവം വേർതിരിച്ചു. അല്ലേ? നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ കടലിൽ കൂടെ അനവധി ബോട്ടുകൾ ഓടുന്നത് കാണാൻ കഴിയും. മത്സ്യങ്ങൾ വെള്ളത്തിന് മുകളിൽ കിടക്കുന്ന വള്ളത്തിൽ വെള്ളം കയറാതെ വെള്ളത്തിന് മീതെ ഒഴുകി നടക്കുന്നത് പോലെ നാം ഈ ലോകമാകുന്ന മഹാസമുദ്രത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് പാപത്തിന്റെ കറകൾ എന്റെയും നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാതെ നമ്മൾ ഇതിന് മുകളിൽ കൂടെ ഒഴുകി നടക്കണമെന്നാണ്. നോഹയുടെ കാലഘട്ടത്തിൽ നോഹ ദേശത്തോട് സുവിശേഷം 120 വർഷം വിളിച്ചു പറഞ്ഞതാ. ആ കാലഘട്ടത്തിൽ അന്നത്തെ ജനത കേട്ടില്ല. ദൈവം മഴയച്ചു, മഴ പെയ്ത് ഭൂമിയിൽ വെള്ളം പൊങ്ങി. നോഹയും ജനങ്ങളും പെട്ടകത്തിൽ കയറി. പെട്ടകം വെള്ളത്തിന്മേൽ ഒഴുകി നടന്നതുപോലെ നോഹയും കുടുംബത്തെയും ദൈവം രക്ഷിച്ചതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പാപം നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതെ പാപത്തിൽ നീ മോചനം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് നീതീകരിക്കപ്പെട്ടവനായി നിത്യജീവൻ അവകാശിയായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിട്ട് ജീവിക്കണം. ഈ ലോകസുഖങ്ങളെ നിങ്ങൾ നീക്കിക്കളയണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെ നമ്മുടെ പാപങ്ങൾ കരുതി വരുത്തി
ആ പാപങ്ങൾ കരുതി വരുത്തി കഴിയുമ്പോൾ പിന്നെ നമ്മളെ പാപത്തിൽ നമ്മൾ ജീവിക്കരുത്. യേശുവിനെ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയം കൊടുത്ത് കർത്താവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ഈ ലോകത്ത് ജീവിക്കുമ്പം നമ്മുടെ കഴിഞ്ഞകാല ജീവിത പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പിന്നെ കടന്നു വരരുത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര ശ്രോതാവേ, ഈ കാലം വല്ലാത്ത അനുഭവത്തിലൂടെ കടന്നുപോയ ദൈവം നിനക്ക് തന്നിരിക്കുന്ന നിത്യജീവി നീ നഷ്ടപ്പെടുത്തി കളയാതെ ദൈവം നിനക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ പ്രതീക്ഷയിൽ എത്തുവാൻ കരയും കടലിലും വെളിച്ചത്തെ ഇരുളിനൊക്കെ വേർതിരിച്ചതുപോലെ കടലിൽ കിടക്കുന്ന വള്ളം വെള്ളത്തിന് മുകളിൽ ഒഴുകി നടക്കുന്നത് പോലെ നീ ലോകത്ത് ജീവിക്കുമ്പോൾ പാപത്തിനകത്ത് നീ വീണ് കുഴഞ്ഞു പോകാതെ, പാപത്തിന്റെ ചെളി നീ താണു പോകാതെ അതിനെ നീ ജയിക്കണം. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകി നമുക്കൊരു വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവം കൃപ നൽകുകയാണ്. നമ്മുടെ ദൈവം പാപമില്ലാത്തവനായിരുന്നു, അവനിൽ പാപമേ ഇല്ലായിരുന്നു. പാപിയായ മനുഷ്യർക്ക് വേണ്ടി ദൈവപുത്രനായ കർത്താവ് മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് വന്നതാണ്. ഭൂമിയിലുള്ള സകല മാനകുലത്തിന്റെ പാപം അവർ ഏറ്റെടുത്തു. ഹല്ലേലൂയ. ഭൂമിയിൽ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രമാണങ്ങൾക്കും നിയമങ്ങൾക്കും പുരോഹിതന്മാർക്കും യാഗങ്ങൾക്കും വഴിപാടുകൾക്കും അന്നത്തെ ആചാര അനുഷ്ഠാനങ്ങൾക്കൊന്നും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാതിരുന്നപ്പോഴാണ് പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചതും യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ച പാപമോചനം. അതെ, അത് നമുക്ക് നിത്യജീവനായെങ്കിൽ ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, ഈ ലോകത്തിൽ താങ്കൾക്ക് ലഭിക്കുന്ന ജീവിതം അല്പകാലം മാത്രമാണ്. താങ്കൾ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ നിത്യജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ് പാപിയെ ദൈവം ശിക്ഷിക്കും. ശിക്ഷയുടെ പരിണിത ഫലമായി പിന്നെ നീ നിത്യ നരകത്തിലേക്ക് പോകാതിരിപ്പാൻ ഈ ഭൂമി വെച്ച് തന്നെ ഇതിന്റെ പാപങ്ങൾക്ക് നീ പരിഹാരം വരുത്തണം. നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 23:7 പോയാൽ കാണാം, അവൻ അരുളി ചെയ്തു, ഞാൻ ദുഷ്ടനെ നീതീകരിക്കുകയില്ലല്ലോ. അതെ, ദൈവം ഒരിക്കലും ദുഷ്ടനെ നീതീകരിക്കത്തില്ല. ഈ ഭൂമിയിലെല്ലാം മനുഷ്യൻ ജീവനോടെ ഇരിക്കുമ്പോൾ സകല ദുഷ്ടതയും ചെയ്തിട്ട് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എത്ര പ്രൗഢ ഗംഭീരമായ ശവസംസ്കാര ശുശ്രൂഷ നടത്തി ലോക പ്രമാണിമാരെല്ലാം വന്ന് പങ്കെടുത്ത് അദ്ദേഹത്തെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞാലും ദുഷ്ടതയിൽ കൂടി മരിക്കുന്ന മനുഷ്യനെ ദൈവം ഒരിക്കലും നീതീകരിക്കുകയില്ല. അവൻ പാപിയായി മരിച്ചു. പാപിയായി തന്നെ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണം അവന്റെ ജീവിതത്തിൽ വന്നു. ന്യായവിധിയിൽ അവൻ ആ പാപത്തിന്റെ ശമ്പളം മരണം, പിന്നീട് അവൻ ലഭിക്കുന്ന നിത്യ നരകമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, മനുഷ്യന്റെ ഈ ഭൂമിയിലെ ജീവിതം നമ്മൾ ശുദ്ധീകരണത്തോടെ ജീവിക്കണം. ഹല്ലേലൂയ. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നന്മയുള്ള വഴിയിൽ സകല പാപങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ച് കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ഏക വഴിയിലൂടെ, ജീവനും സത്യവുമായിരിക്കുന്ന ആ വഴിയിലൂടെ, സത്യത്തിന്റെ പാതയിലൂടെ നാം നടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് സമാധാനം. നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. സുവിശേഷം സകല മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതാണ്. ഹല്ലേലൂയ. മനുഷ്യന്റെ സകല ദുഷ്പ്രവർത്തികളിൽ നിന്നും വിടുവിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമുക്ക് ശേഷിച്ചിരിക്കുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതിനെ നിങ്ങൾ തള്ളിക്കളയരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ലോകമെമ്പാടും വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയട്ടെ, നിനക്കൊരു നിത്യത ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിനക്കൊരു സ്വർഗരാജ്യം, സ്വർഗ പർദീസം നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. കോടാനുകൂടി വിശുദ്ധന്മാരും കെരൂബുകളും സാറാഫുകളും അടങ്ങുന്ന ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യ സ്വർഗത്തിൽ നീ എത്തിച്ചേരുവോ ശ്രോതാവേ? അല്ല, ഇന്ന് നീ പാപത്തിലാണ് ജീവിക്കുന്നെങ്കിൽ വെളിച്ചത്തെ ഇരുളും വേർതിരിച്ചു, കരികടലും വേർതിരിച്ച്, ആകാശത്തെ ഭൂമിയും വേർതിരിച്ച പോലെ നിന്നെ പാപത്തിന് വേർതിരിച്ച് പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണത്തിന് നീ ഒഴിവുള്ളവനായി ക്രിസ്തുയേശുവിന്റെ ക്രൂശിലെ മരണത്താൽ നീതീകരിക്കപ്പെട്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഇന്ന് പകൽ എന്തിനെ ഏൽപ്പിച്ചു കൊടുത്ത് എന്നോടൊപ്പം പ്രാർത്ഥിക്കാമോ? ദൈവം നിന്നെ വിടുവിക്കും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുള്ള സകല ജനത്തെയും പാപത്തിന്റെ അതിൽ കടന്നുപോയി സമാധാനമില്ല, സന്തോഷം നിത്യനായ വിധിക്കായി ഒരുങ്ങി നരകാത്തിലേക്ക് പോകാതിരിക്കുന്ന സകല ജനത്തിനും ഒരു വിടുതൽ കൊടുക്കണമേ. അവിടുത്തെ വചനത്താൽ മോചനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മേലും ദൈവനീതി വെളിപ്പെടുത്തിയാട്ട് സകല മഹത്വം എടുക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.